ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാ ദിവസവും ഡയറി എഴുതുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത് കേട്ടാൽ എൻ്റെ വീട്ടുകാർക്ക് ചിരിക്കാനുള്ള വകയായി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, പണ്ടെൻ്റെ ഡയറി ഞാനൊഴികെ എല്ലാവരും എടുത്ത് വായിക്കുമായിരുന്നു. അവർക്കൊക്കെ ചിരിക്കാനുള്ള വകയായിരുന്നു അതൊക്കെ. നല്ല കോമഡി ആയിരുന്നു. എന്തായാലും അതൊക്കെ ഒരു രസമാണ്. അതൊക്കെ അന്ധകാലം. എന്തായാലും ഇന്ന് എൻ്റെ ഡയറി എഴുത്തിന് ഞാൻ കാണുന്ന വേറൊരു വശമുണ്ട്. ഇവിടെ കാനഡയിൽ വന്ന സമയത്ത് നല്ലൊരു ജോലിയൊക്കെ നാട്ടിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇവിടെ വന്നപ്പം ബിഗ് സീറോയിലാണ് തുടങ്ങുന്നത്. ഒരുപാട് കടമ്പകൾ കടന്നു പോകാനുണ്ടായിരുന്നു. എക്സാംസ്, വേദനകൾ, പ്രാർത്ഥനകൾ എല്ലാം ഡയറി എഴുത്തിലുണ്ട്. അങ്ങനെ അന്ന് ഞാൻ എഴുതിയ ഒരു ഡയറി കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടി. അപ്പം നോക്കുമ്പോണ്ട് അതിലെഴുതിയ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാം ഒന്നും സാധിച്ചില്ലെങ്കിലും കുറേയേറെ കാര്യങ്ങളൊക്കെ സാധിച്ചു കേട്ടോ. ചിലതൊക്കെ ഉണ്ടല്ലോ, ആദ്യ പേജുകളിൽ എഴുതിയ പ്രാർത്ഥനകളുടെ ഉത്തരങ്ങൾ അവസാനത്തെ പേജ് ആയപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ മാസങ്ങൾ കടന്ന് അല്ലെങ്കിൽ വർഷം കടന്നപ്പോഴത്തേക്കും തന്നെ സാധിച്ചു കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഇന്നും എനിക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മകന് വാങ്ങിയ ബുക്കാണ്. പക്ഷേ കാനഡയിൽ പിങ്ക് കളർ ബോയ്സ് ഉപയോഗിക്കാറില്ല, അത് ഗേൾസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ബുക്ക് കിട്ടിയല്ലോ, എന്നാൽ ഇനിയിപ്പം ഡയറി എഴുതാം. ഇന്നത്തെ വേദനകൾ നാളത്തെ ആശ്വാസത്തിന്.